നമസ്കാരം മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. കേരള തീരത്ത് നാളെ രാത്രി 11:30 വരെ 0.8 മുതൽ 1.2 മീറ്റർ വരെ ഉയർന്ന തിരമാലയ്ക്കും കടലാക്രമണത്തിനും സാധ്യതയുണ്ടെന്ന് ദേശീയ സമുദ്രസ്ഥിതി പഠന ഗവേഷണ കേന്ദ്രം. കഴിഞ്ഞ ദിവസവും സമാനമായ അലർട്ടുകൾ ഉണ്ടായിരുന്നുവെങ്കിലും കടലിൽ കുളിക്കാനിറങ്ങിയ വിദ്യാർത്ഥികളുടെ ഗ്രൂപ്പിൽ നിന്നും ഒരു കുട്ടിയെ കാണാതാവുകയും പിന്നീട് ആ കുട്ടിയുടെ മൃതശരീരം ലഭിക്കുന്ന വേദനാജനകമായിട്ടുള്ള വാർത്ത പുറത്തുവരുന്ന സാഹചര്യം ഉണ്ടായിരുന്നു. പരമാവധി ഇത്തരത്തിലുള്ള റിപ്പോർട്ടുകൾ എത്രയും പെട്ടെന്ന് തന്നെ നിങ്ങളിലേക്ക് എത്തിക്കാൻ കഴിയുമോ അത്രയും പെട്ടെന്ന് എത്തിക്കുന്നുണ്ട്. പക്ഷേ ഇതൊന്നും തന്നെ ശ്രദ്ധിക്കാതെ ജാഗ്രത പുലർത്താതെ കടലിലേക്ക് ഈ ഒരു ഘട്ടത്തിൽ പോകുന്നത് ജീവൻ പോലും അപകടത്തിലാകുന്ന സാഹചര്യത്തിലേക്ക് എത്തും എന്ന് തന്നെയാണ് ഇത്തരം വാർത്തകൾ കൂടി സൂചിപ്പിക്കുന്നത്. എന്തായാലും തെക്കൻ തമിഴ്നാട് തീരത്ത് നാളെ രാത്രി 11:30 വരെ 1.0 മുതൽ 1.5 മീറ്റർ വരെ ഉയർന്ന തിരമാലയ്ക്കും കടലാക്രമണത്തിനും സാധ്യതയുണ്ടെന്നും സമുദ്രസ്ഥിതി പഠന ഗവേഷണ കേന്ദ്രം അറിയിച്ചു. മത്സ്യത്തൊഴിലാളികളും തീരദേശവാസികളും ജാഗ്രത പാലിക്കണമെന്നും അധികൃതർ അറിയിച്ചു. കടൽക്ഷോഭം രൂക്ഷമാകാൻ സാധ്യതയുള്ളതിനാൽ അപകട മേഖലകളിൽ നിന്ന് അധികൃതരുടെ നിർദ്ദേശാനുസരണം മാറി താമസിക്കണം. മത്സ്യബന്ധന ബോട്ട്, വള്ളം തുടങ്ങിയവ ഹാർബറിൽ സുരക്ഷിതമായി തന്നെ കെട്ടിയിട്ട് സൂക്ഷിക്കണം. വള്ളങ്ങൾ തമ്മിൽ സുരക്ഷിത അകലം പാലിക്കുന്നത് കൂട്ടിയിടിച്ചുള്ള അപകട സാധ്യത ഒഴിവാക്കാം. മത്സ്യബന്ധന ഉപകരണങ്ങളുടെ സുരക്ഷ ഉറപ്പാക്കണം. ബീച്ചിലേക്കുള്ള യാത്രകളും കടലിൽ ഇറങ്ങിയുള്ള വിനോദങ്ങളും പൂർണ്ണമായും ഒഴിവാക്കണമെന്നും അധികൃതർ അറിയിച്ചു. സംസ്ഥാനത്തെ 5 ജില്ലകളിൽ വരും മണിക്കൂറിൽ ഇടിമിന്നലോടുകൂടിയ മഴയ്ക്കുള്ള സാധ്യത കേന്ദ്ര കാലാവസ്ഥാ വകുപ്പിന്റെ അറിയിപ്പിൽ നിന്ന് വരുന്നുണ്ട്. രാത്രി 8 മണിക്ക് ശേഷം പുറത്തിറക്കിയ അറിയിപ്പ് പ്രകാരം ഇന്ന് രാത്രി തിരുവനന്തപുരം, കൊല്ലം, കോഴിക്കോട്, വയനാട്, കണ്ണൂർ ജില്ലയിൽ ഇടിമിന്നലോടുകൂടിയ മഴയ്ക്ക് സാധ്യതയുണ്ടെന്നാണ് അറിയിപ്പ്. ഈ ജില്ലകളിൽ മണിക്കൂറിൽ 40 കിലോമീറ്റർ വരെ വേഗതയിൽ വീശിയേക്കാവുന്ന ശക്തമായ കാറ്റിനും സാധ്യതയുണ്ടെന്നാണ് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് അറിയിക്കുന്നത്. ചൂടാണ്, പക്ഷേ കൊടും ചൂടല്ല. കേരളത്തിൽ 4 ജില്ലയിൽ മാത്രം നേരിയ ആശ്വാസമുണ്ട്. 5 ദിവസം 10 ജില്ലയിൽ മഞ്ഞ അലേർട്ട് വരുന്ന സാഹചര്യവുമുണ്ട്. തിരുവനന്തപുരം, കണ്ണൂർ, കോഴിക്കോട്, വയനാട് ജില്ലകളിൽ ഒറ്റപ്പെട്ടയിടങ്ങളിൽ ഇടിമിന്നലോടുകൂടിയ നേരിയ തോതിൽ അമിതമായ മഴയ്ക്കും 40 കിലോമീറ്റർ വരെ വേഗതയിൽ വീശിയേക്കാവുന്ന ശക്തമായ കാറ്റിനും സാധ്യതയുണ്ടെന്നാണ് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചത്.